ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഇല്ലസ്ട്രേഷൻ 6.2.5 നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ഇത് നല്ലപോലെ മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ. ആനന്ദ് കൺസൈൻഡ് 50 മിനി ടോയ് കാർസ് ടു സ്വരൂപ് ടു ബി സോൾഡ് അറ്റ് സ്വരൂപ് റിസ്ക്. ആനന്ദ് കൺസൈൻഡ് 50 മിനി ടോയ് കാർസ് ടു സ്വരൂപ് ടു ബി സോൾഡ് അറ്റ് സ്വരൂപ് റിസ്ക്. ആനന്ദ് എന്ന് പറഞ്ഞ ആരാണ്? കൺസൈനർ ആണ്. സ്വരൂപ് ആരാണ്? കൺസൈനിയാണ് അല്ലെ. കൺസൈനറായ ആനന്ദ് 50 മിനി ടോയ് കാറുകൾ, അതായത് കളിപ്പാട്ടങ്ങളുണ്ടല്ലോ, കൺസൈനറായ ആനന്ദ് 50 മിനി ടോയ് കാറുകൾ ആർക്ക് വിൽപ്പനയ്ക്ക് അയച്ചു? സ്വരൂപിന് വിൽപ്പനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. കൺസൈനറായ ആനന്ദ് 50 മിനി ടോയ് കാറുകൾ സ്വരൂപിന് വിൽപ്പനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. The cost of 1 mini toy car was rupees 1200, but the invoice price was rupees 1600. The cost of 1 mini toy car was rupees 1200. നമ്മൾ 50 മിനി ടോയ് കാറിന്റെ അയച്ചത്. ഈ 50 മിനി ടോയ് കാറിനകത്ത് ഒരു മിനി ടോയ് കാറിന്റെ വില എന്ന് പറയുന്നത് 1200 ആണ്. എന്നാൽ ഇൻവോയ്സ് പ്രൈസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്രയാണ്? 1600 രൂപയായിട്ടാണ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് ഏതാണ്? 1200 അല്ലയോ? അപ്പൊ ഇൻവോയ്സ് പ്രൈസ് എത്ര റെക്കോർഡ് ചെയ്യുന്നത്? 1600 ആണ്. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ അല്ലേ? അപ്പൊ കൺസൈനറായ ആനന്ദ് എന്നൊരു വ്യക്തി 50 മിനി ടോയ് കാറുകൾ സ്വരൂപിന് വിൽപ്പനയ്ക്കായിട്ട് അയച്ചെന്ന് പറഞ്ഞു. ഈ 50 മിനി ടോയ് കാറിനകത്ത് ഒരു മിനി ടോയ് കാറിന്റെ വില എന്ന് പറഞ്ഞാൽ 1200 രൂപയാണ്. അതാണ് കോസ്റ്റ് പ്രൈസ്. പക്ഷേ ഇൻവോയ്സ് പ്രൈസ് രേഖപ്പെടുത്തിയിരിക്കുന്ന എത്രയാണ്? 1600 രൂപയാണ്. അപ്പൊ എത്ര മനസ്സിലായല്ലോ? ഇനി പറയുന്നത് കൺസൈനറായ ആനന്ദ് പെയ്ഡ് ഫ്രൈറ്റ് ആൻഡ് റുപ്പീസ് 2000 ആൻഡ് ഇൻഷുറൻസ്. ആനന്ദ് എന്നൊരു വ്യക്തി ഫ്രൈറ്റിനും ഇൻഷുറൻസിന് വേണ്ടി 2000 കൊടുത്തിട്ടുണ്ട്, അതായത് എക്സ്പെൻസ് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആരാ? ആനന്ദ്. ആനന്ദ് മീൻസ് കൺസൈനർ. അപ്പൊ ഈ കൺസൈനർ വഹിച്ചിട്ടുള്ള എക്സ്പെൻസ് ആണ് ഈ 2000 എന്ന് പറഞ്ഞത്, ഫ്രൈറ്റിനും ഇൻഷുറൻസിനും വേണ്ടി. രണ്ടും കൂടെ ചേർത്തുള്ള എമൗണ്ട് ആണ്. ഓക്കെ. എന്നിട്ട് പറയാണ് സ്വരൂപ്, ഇനി തുടങ്ങുന്നത് സ്വരൂപ് റിസീവ്ഡ് ദ കൺസൈൻമെന്റ് ആൻഡ് അക്സെപ്റ്റഡ് എ 3 months ഡ്രാഫ്റ്റ് ഡ്രോൺ അപ്പോൺ ഹിം ബൈ ആനന്ദ് ഫോർ റുപ്പീസ് 40,000. സ്വരൂപ് സാധനങ്ങൾ കൈപ്പറ്റുകയും ആനന്ദ് അയച്ച 3 മാസത്തെ 40,000 ഡ്രാഫ്റ്റ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്? സ്വരൂപ് റിസീവ്ഡ് കൺസൈൻമെന്റ്, സ്വരൂപ് സാധനങ്ങൾ കൈപ്പറ്റുകയും ആൻഡ് അക്സെപ്റ്റഡ് എ 3 months ഡ്രാഫ്റ്റ് ഡ്രോൺ അപ്പോൺ ഹിം ബൈ ആനന്ദ് ഫോർ റുപ്പീസ് 40,000. ആനന്ദ് അയച്ച 3 മാസത്തെ 40,000 ഡ്രാഫ്റ്റ് സ്വീകരിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ. സ്വരൂപ് ഡിസ്പോസ്ഡ് ഓഫ് 40 ടോയ് കാർസ് അറ്റ് റുപ്പീസ് 1640 ഈച്ച്. സ്വരൂപ് 40 ടോയ് കാറുകൾ ഓരോന്നിനും 1640 രൂപ നിരക്കിൽ ഡിസ്പോസ് ചെയ്തു. എന്താണ് ഡിസ്പോസ് മീൻസ്? വിറ്റു, സെയിൽ ചെയ്തു. സ്വരൂപ് 40 ടോയ് കാറുകൾ ഓരോന്നിനും 1640 രൂപ നിരക്കിൽ എന്ത് ചെയ്തു? വിറ്റു. അതുമാത്രമല്ല ദ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ സ്വരൂപ്, സ്വരൂപിന് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസുകളാണ് ഗോഡൌൺ റെന്റ് റുപ്പീസ് 1050, അഡ്വർടൈസ്മെന്റ് റുപ്പീസ് 250. മനസ്സിലാലോ? സ്വരൂപിന് ഉണ്ടായിട്ടുള്ള എക്സ്പെൻസുകളാണ് ഗോഡൌണിലെ വാടക 1050 രൂപയും പരസ്യത്തിനെടുത്തത് 250 രൂപയും. സ്വരൂപ് ഈസ് entitled to a commission at 5% on sales, including delicatory commission of 1%. സ്വരൂപ് is entitled to a commission at 5% on sales, including delicatory commission of 1%. സ്വരൂപിന് 5% കമ്മീഷൻ അർഹതയുണ്ട്. ഇതില്
1% ഡെലിക്കട്ടറി കമ്മീഷന് ഉൾപ്പെടുന്നുണ്ട്. എന്ത് ഈ ഡെലിക്കട്ടറി കമ്മീഷൻ ആണ്? അഡീഷണൽ ആയിട്ട് വന്ന എമൗണ്ട് ആണ് അല്ലെ. അപ്പൊ ഈ 5% എന്ന് പറയുന്നത് ഈ 1% ചേർത്താണ് ഈ 5% വരുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു? സ്വരൂപിന് 5% കമ്മീഷൻ അർഹതയുണ്ടെന്ന് പറഞ്ഞു. ആ 5%-നകത്ത് 1% എന്താണ്? ഡെലിക്കട്ടറി കമ്മീഷൻ ആണ്. അപ്പൊ എത്ര മനസ്സിലായല്ലോ. എന്നിട്ട് പറയാണ് പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ആനന്ദ്. ആനന്ദ് ആരാണ്? കൺസൈനർ ആണ് അല്ലെ. കൺസൈനറുടെ ബുക്സിൽ എഴുതുമ്പോഴുള്ള ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഇത് ഇച്ചിരി ടാസ്ക് ആണ്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കാനാണ്. നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞാണ് ജേണൽ വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ജേണലിനകത്ത് ഓരോ എൻട്രി നോക്കി നോക്കി നമ്മൾ ഓരോ അക്കൗണ്ട് വരച്ച് പോസ്റ്റ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ അത് ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെയാണ് ചോദിക്കുന്നെങ്കിൽ ജേണൽ വരയ്ക്കാതെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് റഫായിട്ട് ഒന്ന് ജേണൽ വരച്ചിട്ടേക്കാം. നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഫെയർ ആയിട്ട് എഴുതിയാലും വേണ്ടിയില്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആദ്യം ജേണൽ എഴുതിയിട്ട് താഴെ എന്ത് ചെയ്യാം? അക്കൗണ്ടിൽ വരച്ച് പോകാം. ഇനി അഥവാ ഭയങ്കര പാടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈഡിൽ എന്ത് ചെയ്യാം? എൻട്രീസ് ഒന്ന് എഴുതിപ്പോം. എന്നിട്ട് ആ എൻട്രി നോക്കി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ അക്കൗണ്ടിൽ വരച്ച് നോക്കാം. ഓക്കെ, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഇല്ലസ്ട്രേഷൻ 6.2.1 അല്ലേ ഫസ്റ്റ് പ്രോബ്ലം, കൺസൈൻമെന്റ് ഫസ്റ്റ് പ്രോബ്ലം. അതേപോലെ ചെയ്തു പോകണം നല്ലത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യം ജേണൽ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഓരോ അക്കൗണ്ടുകൾ വരയ്ക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ അതായത് ഇൻ ദ ബുക്സ് ഓഫ് ആനന്ദ് അല്ലേ. അപ്പൊ ആനന്ദ് മീൻസ് ആരാണ്? കൺസൈനർ ആണ് അല്ലെ. അപ്പൊ കൺസൈനറുടെ ബുക്സിൽ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കാൻ പറയുമ്പോൾ ഏതൊക്കെ അക്കൗണ്ട് വരയ്ക്കണം? നമ്മൾ പഴയ പോലത്തെ 3 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് കൺസൈൻമെന്റ് അക്കൗണ്ടും, രണ്ടെന്താണ്? ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റും, 3 എന്താണ്? കൺസൈൻഡ് അക്കൗണ്ടും. ഇത് കൂടാണ്ട് 3 അക്കൗണ്ടും കൂടെ എക്സ്ട്രാ കൂടെ വരയ്ക്കണം. അതെന്തൊക്കെയാണ്? കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ടും, കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടും, പിന്നെ വരുന്നത് ബിൽസ് റിസീവബിൾ അക്കൗണ്ടും. അങ്ങനെ മൊത്തം എത്ര അക്കൗണ്ട് ഉണ്ട്? 6 അക്കൗണ്ടുകൾ വരയ്ക്കണം. എത്ര അക്കൗണ്ട് വരയ്ക്കണം? 6 അക്കൗണ്ടുകൾ വരയ്ക്കണം. മനസ്സിലായോ? അപ്പൊ ഇൻ ദ ബുക്സ് ഓഫ് ആനന്ദ് എന്ന് പറയുമ്പോൾ കൺസൈനറുടെ ബുക്സിൽ വരുന്ന ലെഡ്ജറുകളാണ് 6 എണ്ണം. നമുക്ക് നോർമലി 3 എണ്ണം മതിയായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് ഇൻവോയ്സിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 6 അക്കൗണ്ടുകൾ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഈ 6 അക്കൗണ്ട് വരയ്ക്കുന്ന മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യണം? ഒരു ജേണൽ വരയ്ക്കണം. കൺസൈനറുടെ ബുക്കിൽ എഴുതുന്ന ജേണൽ വരയ്ക്കണം. ആ ജേണൽ വരച്ച് നമുക്ക് എന്ത് ചെയ്യാം? ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് പോകുന്നത് എളുപ്പമായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ റഫായിട്ട് എഴുതിയിരിക്കുവാണ്. നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് എന്ത് ചെയ്യണം? ഇൻ ദ ബുക്സ് ഓഫ് ആനന്ദ് വേണം അല്ലെ. നമ്മൾ ആനന്ദിന്റെ ബുക്സിലാണല്ലോ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുന്നത്. അപ്പൊ ഈ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം? ജേണൽ ഒന്ന് റഫായിട്ട് എഴുതാം കേട്ടോ. ഈ ജേണൽ നോക്കി നമ്മൾ എന്ത് ചെയ്തത്? ഓരോ അക്കൗണ്ടുകൾ പോസ്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് എന്ത് ചെയ്യണം? ഇൻ ദ ബുക്സ് ഓഫ് ആനന്ദിന് ഹെഡിങ് ചെയ്യണം. എന്നിട്ട് ജേണൽ ട്രീസിന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഓരോ സെന്റൻസ് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് എൻട്രി ഉണ്ടാക്കി അവിടെ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പൊ നോക്കേ, ആനന്ദ് കൺസൈൻഡ് 50 മിനി ടോയ് കാർ ടു സ്വരൂപ് ടു ബി സോൾഡ് അറ്റ് സ്വരൂപ്സ് റിസ്ക്. ആനന്ദ് 50 മിനി ടോയ് കാറുകൾ സ്വരൂപിന് വിൽപ്പനയ്ക്കായിട്ട് അയച്ചെന്ന് പറയുന്നു. ദ കോസ്റ്റ് ഓഫ് 1 മിനി ടോയ് കാർ വാസ് റുപ്പീസ് 1200, ബട്ട് ദി ഇൻവോയ്സ് പ്രൈസ് വാസ് റുപ്പീസ് 1600. മനസ്സിലായല്ലോ? അപ്പൊ എത്ര ടോയ് കാർ അയച്ചിരിക്കുന്നത്? 50 ടോയ് കാറാണ് അയച്ചിരിക്കുന്നത്. ഒരെണ്ണത്തിന് എത്രയാണ്? 1200 രൂപയാണ്. പക്ഷെ നമ്മൾ ഇൻവോയ്സ് പൈസ റെക്കോർഡ് ചെയ്യുന്ന എത്രയാണ്? 1600 ആണ് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സംഭവമാണ് ഒരു കൺസൈനിയായ സ്വരൂപിന് സാധനങ്ങൾ സെൻഡ് ചെയ്യല്ലയോ. അപ്പൊ അതിന്റെ എൻട്രി എന്താണ്? നിങ്ങളിത് പറഞ്ഞേ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. എത്ര രൂപ? 80,000. ഈ 80,000 എങ്ങനെ മനസ്സിലായോ? ഓക്കെ, 1200 എന്ന സ്ഥാനത്ത് നമ്മൾ എത്ര കണക്കാക്കണം? 1600 ആയിട്ട് കണക്കാക്കണം. എത്ര ടോയ് കാർ അയച്ചു കൊടുക്കുന്നത്? 50 അല്ലേ. അപ്പൊ പറഞ്ഞതിന് പേര് എത്രയാണ്? 1600 ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് 50 നമ്പർ ചെയ്യണം? 50 × 1600 കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എത്ര ആൻസർ? 80,000 വരും. കണ്ടല്ലോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ പ്രാക്ടിക്കൽ ചെയ്യുവാണ്. 1600 × 50 കണ്ടോ? കണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ.
ആനന്ദ് പെയ്ഡ് ഫ്രൈറ്റ് റുപ്പീസ് 2000 ആൻഡ് ഇൻഷുറൻസ്. കൺസേണറായ ആനന്ദ് എന്നൊരു വ്യക്തി എക്സ്പെൻസ് വഹിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫ്രൈറ്റും ഇൻഷുറൻസും. എത്ര രൂപ? 2000 രൂപ. അപ്പോൾ ഒരു കൺസൈനർ വഹിക്കുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണ്? എൻട്രി? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷർ ബാങ്ക് അക്കൗണ്ട് അല്ലേ? എത്ര എമൗണ്ട്? 2000. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ആദ്യം എന്തോ നമ്മൾ പറഞ്ഞത് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് 80,000. ഈ 80,000 എങ്ങനെ മനസ്സിലായല്ലോ? ഒരെണ്ണത്തിന് പറഞ്ഞാൽ 1200 രൂപയാണ്. പക്ഷേ ഇത് ഇൻവോയ്സ് പ്രൈസിൽ കണക്കാക്കിന് 1600 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 50 ഇൻറ്റു 1600 കൊടുക്കണം. അപ്പോഴാണ് എത്ര കിട്ടുന്നത്? 80,000 കിട്ടുന്നത്. ഇതെന്താണ്? ഒരു കൺസൈനർ വഹിച്ചിട്ടുള്ള ഫ്രൈറ്റിന്റെയും ഇൻഷുറൻസിന്റെയും എക്സ്പെൻസുകൾ അല്ലെ? അതിന്റെ എൻട്രിയാണ് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷർ ബാങ്ക് അക്കൗണ്ട്. എത്ര രൂപ? 2000 രൂപ. മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് വൺ. സ്വരൂപ് റിസീവ്ഡ് ദ കൺസൈൻമെന്റ്. ഉണ്ടോ? സ്വരൂപ് സാധനങ്ങൾ കൈപ്പറ്റുകയും ആൻഡ് അക്സെപ്റ്റഡ് എ 3 months ഡ്രാഫ്റ്റ് ഡ്രോൺ അപ്പ് ഹിം ബൈ ആനന്ദ് ഫോർ റുപ്പീസ് 40,000 രൂപ. അപ്പൊ എന്താ പറയുക? ആനന്ദ് അയച്ച 3 മാസത്തെ 40,000 രൂപയുടെ ഡ്രാഫ്റ്റ് സ്വീകരിക്കുകയും ചെയ്തു. അത് ബില്ല് ആക്കി എന്ന് പറഞ്ഞില്ലായിരുന്നു? ഞാൻ പറഞ്ഞില്ലോ ബില്ല് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞില്ലോ. അതിന്റെ എൻട്രി ആണ്. അപ്പൊ അതിന്റെ എൻട്രി നിങ്ങൾ പറഞ്ഞു. എന്താ എൻട്രി? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു സ്വരൂപ്സ് അക്കൗണ്ട്. എത്ര രൂപ? 40,000 രൂപ. മനസ്സിലല്ലോ? എന്തോ ഞാൻ സംഭവത്ത് മനസ്സിലായി. അയാള് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ എന്ത് ചെയ്യും? ബില്ല് ഡിസ്കൗണ്ട് ചെയ്യും. ആ ബില്ല് ട്രോൺ ചെയ്യും. ആ ട്രോൺ ചെയ്യുമ്പോഴുള്ള സംഭവമാണ് ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എൻട്രി ആണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു സ്വരൂപ്സ് അക്കൗണ്ട്. എത്ര രൂപ? 40,000 രൂപ. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് വൺ. സ്വരൂപ് ഡിസ്പോസ്ഡ് ഓഫ് 40 ടോയ് കാർ അറ്റ് റുപ്പീസ് 1640 ഈച്ച്. സ്വരൂപ് 40 ടോയ് കാറുകൾ ഓരോന്ന് 1640 രൂപ നിരക്കിൽ വിറ്റു. അപ്പൊ എന്തോ വിൽക്കുമ്പോൾ എൻട്രി? എന്താണ് എൻട്രി? സ്വരൂപ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. സ്വരൂപ് ആരാണ്? കൺസൈനി. അപ്പൊ കൺസൈനയുടെ സ്ഥാനത്ത് സ്വരൂപ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് കൊടുക്കണം. എത്ര രൂപ? 65,600. അതെങ്ങനെ കിട്ടി? 40 1640 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് 65,600 കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത നോക്കി. The expenses incurred by Swaroop were ഗോഡൌൺ റെന്റ് 1050 ആൻഡ് അഡ്വർടൈസ്മെന്റ് റുപ്പീസ് 250. സ്വരൂപ് എന്നൊരാള് എക്സ്പെൻസുകൾ വഹിച്ചിട്ടുണ്ട്. എത്ര രൂപയാണ്? 1050 250. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയും? 1300 വരും അല്ലേ? അപ്പോൾ കൺസൈനി വഹിച്ച എക്സ്പെൻസ് അല്ലേ? അപ്പോൾ അത് കൺസൈനയുടെ ബുക്കിൽ വരുമ്പോൾ എൻട്രി എന്താണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സ്വരൂപ് അക്കൗണ്ട്. എത്ര രൂപ? 1300. അതെങ്ങനെ കിട്ടി? 1050 250 കൂട്ടുമ്പോഴുള്ള വാല്യൂ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞു. സ്വരൂപ് ഈസ് എൻറ്റിൽഡ് ടു കമ്മീഷൻ അറ്റ് 5% ഓൺ സെയിൽസ് ഇൻക്ലൂഡിംഗ് ഡെൽക്കട്ടറി കമ്മീഷൻ ഓഫ് 1%. സ്വരൂപിന് 5% കമ്മീഷൻ അർഹതയുണ്ടെന്ന് പറഞ്ഞു. ഈ 5%-ത്തിനകത്ത് 1% ഡെൽക്കട്ടറി കമ്മീഷൻ ഉൾപ്പെടുത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് സെപ്പറേറ്റ് കാണിക്കണം വേണ്ട. സെയിൽസ് എത്രയാണോ കിട്ടിയത് അതിന്റെ എത്ര ശതമാനം എടുത്താൽ മതി? 5% എടുത്താൽ മതി അല്ലേ? നമുക്ക് സെയിൽസ് എത്ര കിട്ടിയത്? 65,600 അല്ലേ? അതായത് 40,550. ഈ 65,600 എത്ര ശതമാനം? 5% കണ്ടോ? അപ്പൊ എൻട്രി പറഞ്ഞേ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സ്വരൂപ്സ് അക്കൗണ്ട്. ഇത് കമ്മീഷൻ വരുമ്പോൾ എൻട്രി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എത്ര കിട്ടി? 3280 കിട്ടി. കണ്ടല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് കൺസൈൻമെന്റ് എൻട്രി ആണ്. ഇതെന്താണ്? സെയിൽസിന്റെ എൻട്രി ആണ്. അപ്പൊ എത്ര മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്തോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കോസ്റ്റ് പ്രൈസും ഇൻവോയ്സ് പ്രൈസും തമ്മിലുള്ള ഒരു എൻട്രി ഉണ്ടാക്കണം. അത് നമ്മൾക്ക് കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് ആ എൻട്രിയുള്ള സ്പേസും കൂടെ വിട്ടേക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന ആദ്യത്തെ അക്കൗണ്ട് ഏതാണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ കൺസൈൻമെന്റ് അക്കൗണ്ട് വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഓക്കെ അല്ലേ? മൊത്തം എത്ര കോളംസ് വരയ്ക്കണം? 6 കോളംസ് വരയ്ക്കണം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇവിടെ DR എഴുതാൻ മറക്കലും ഇവിടെ CR എഴുതാൻ മറക്കലും. ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ തയ്യാറാക്കിയ ജേണൽ കണ്ടല്ലോ. അപ്പോൾ ഓരോ എൻട്രിക്കകത്തും കൺസൈൻമെന്റ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കണം.
അത് എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആരാണ് വരുന്നത് അവരുടെ പേരാണ് എവിടെ വരുന്നത് ഈ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് നോക്കിയേ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. ഇവിടെ കൺസൈൻമെന്റ് ഉണ്ടല്ലോ, ഈ കൺസൈൻ നമ്മൾ എന്തിരിക്കുകയാണ് ഡെബിറ്റ് ഇരിക്കുകയല്ലോ അല്ലേ. അപ്പൊ കറസ്പോണ്ടിങ് ആരോ വന്നത് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ കൺസൈൻമെന്റ് അക്കൗണ്ടിനകത്ത് കാണിക്കുന്നത് ഇവരുണ്ടല്ലോ, ഇവരെ നമ്മൾ ചെയ്യണം ഇവന്റെ സൈഡിലേക്ക് കൊണ്ടുവരണം, അത് ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. എത്ര രൂപ? 80,000 രൂപ. അപ്പൊ ഇവിടെ നോക്കി കണ്ടോ, ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് എത്ര രൂപ? 80,000. പിടിയില്ലോ. ഓക്കെ. ഇനി അടുത്ത് നോക്കി, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അല്ലേ. ഇത് കൺസൈനർ വകച്ചുള്ള എക്സ്പെൻസ് അല്ലേ, 2,000 രൂപ. അപ്പൊ ഇവിടെ കൺസൈൻമെന്റ് ഉണ്ടല്ലോ, അവരവിടെ എന്തിരിക്കുകയാണ് ഡെബിറ്റ് ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ താഴെ വന്നവരാണ് ക്യാഷ് ഓർ ബാങ്കില്. അപ്പൊ അവരെവിടെ കൊണ്ടുവരണം ഇവന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നോക്കി കണ്ടോ, ക്യാഷ് ഓർ ബാങ്ക് നേരിട്ട് എത്ര രൂപയാണ്? 2,000. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസിന് എഴുതാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സ്വരൂപ്സ് അക്കൗണ്ട്. ഇത് കൺസൈന് വഹിച്ച എക്സ്പെൻസ് ആണ്. എത്ര രൂപ? 1,300 രൂപയാണ്. അത് രണ്ടും കൂടെ ചേരാൻ പറ്റില്ലയോ. ഓക്കെ. അപ്പൊ ഇവിടെ കൺസൈൻമെന്റ് എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുകയോ. അപ്പൊ കറസ്പോണ്ടിങ് ആരോ വന്നത് സ്വരൂപ് അല്ലയോ. അപ്പൊ അവനെവിടെ കൊണ്ടുവരണം ഇവന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പൊ നോക്കി കണ്ടോ, ടു സ്വരൂപ്സ് അക്കൗണ്ട് എത്ര രൂപ? 1,300. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ബ്രാക്കറ്റ് ചെയ്യാം എക്സ്പെൻസ് എന്ന് കാണിക്കാം. ഓക്കെ അല്ലേ. ഓക്കെ. അടുത്തതിനകത്ത് കൺസൈൻമെന്റ് ഉണ്ടോ? അപ്പൊ 4ാമത്തെ എൻട്രിക്കകത്ത് കൺസൈൻമെന്റ് എഴുതിയിട്ടില്ല. അപ്പൊ അവിടെ നോക്കണ്ട. 5ാമത്തെ എൻട്രിക്കകത്ത് കൺസൈൻ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കി, സ്വരൂപ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഇവിടെ കൺസൈൻമെന്റിന് ക്രെഡിറ്റ് ഇരിക്കുകയാണ്, അതായത് 2 ആക്കിയിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഈ അക്കൗണ്ടിലേക്ക് നമ്മൾ ചെയ്യണം സ്വരൂപിന് ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലെ. അപ്പൊ ഇവിടെ നോക്കി കണ്ടോ, ബൈ സ്വരൂപ് കണ്ടോ, ബ്രാക്കറ്റ് സെയിൽസ് എഴുതിയാൽ മതി. എത്രയാണ്? 65,600 ആണ്. ഓക്കെ അല്ലേ. അത് നമുക്ക് സെയിൽസ് വന്നിട്ട് എൻട്രി ആണ് കണ്ടോ. ഇത് എനിക്ക് മനസ്സിലാൻ വേണ്ടി സൈഡിൽ എഴുതിയിരിക്കുകയാണ് കേട്ടോ. കണ്ടല്ലോ, അത് ഷോർട്ട് കട്ടാണ്. ഓക്കെ. അടുത്ത നോക്കി, കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സ്വരൂപ്സ് അക്കൗണ്ട്. അത് കമ്മീഷന്റെ അല്ലയോ ഉണ്ട്. അപ്പൊ ഇവിടെ കൺസൈൻമെന്റ് ഇരിക്കുകയാണ് ഡെബിറ്റ് ഇരിക്കുകയാണ്. അപ്പൊ സ്വരൂപിന് എന്ത് ചെയ്യണം ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. എത്ര രൂപ? 3,250. കണ്ടോ, ടു സ്വരൂപ്സ് അക്കൗണ്ട് 3,250. ബ്രാക്കറ്റ് എന്ത് ചെയ്യാം കമ്മീഷന് കാണിക്കാം. ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എൻട്രി വെച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടല്ലോ, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് തിരിക്കുകയാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ദ കോസ്റ്റ് ഓഫ് 1 minute ടോയ് കാർ വാസ് റുപ്പീസ് 1,200, ബട്ട് ദി ഇൻവോയ്സ് പ്രൈസ് വാസ് റുപ്പീസ് 1,600 അല്ലെ. അപ്പൊ കോസ്റ്റ് പ്രൈസിനെ കാട്ടി നമ്മൾ ഇൻവോയ്സ് പ്രൈസ് നമ്മൾ എത്ര ചെയ്യുന്നത് 1,600 ആണ് അല്ലെ. അപ്പൊ നോക്കിയതാ ഇതുണ്ടോ, രണ്ടാമത് നോക്കി, ടു റിമൂവ് ദ എക്സസ് പ്രൈസ് ഇൻ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. അപ്പൊ ഗുഡ്സ് സെൻഡ് നമ്മൾ എന്ത് ചെയ്യണത് നമ്മൾ സാധനങ്ങൾ ചെയ്യണത് സെൻഡ് ചെയ്യാണ് അല്ലെ. അപ്പൊ എക്സസ് പ്രൈസ് നമ്മൾ ഒഴിവാക്കണം. അപ്പൊ ഇതാണ് എൻട്രി. അപ്പൊ എൻട്രി പറഞ്ഞേ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. മനസ്സിലാലോ. ആ എൻട്രി ആണ് ഞാൻ എവിടെ ഇരിക്കുന്നത്, എവിടെ ഇരിക്കുന്നത് താണ്ട് 8ാമതായിട്ട് കാണിച്ചിരിക്കുന്നത് കണ്ടോ. എത്രയാണ് എമൗണ്ട്? 20,000 രൂപ അല്ലെ. അപ്പൊ 400 × 50. ഈ 400 എങ്ങനെ കിട്ടി? നമ്മൾ എത്രയാണ് ആക്ച്വൽ പ്രൈസ് കൺസിഡർ ചെയ്യുന്നത്? 1,200 ആണ്. ഇൻവോയ്സ് പ്രൈസ് 1,600 ആണ്. അപ്പൊ രണ്ടിന്റെ ഡിഫറൻസ് ആണ് അല്ലെ. അവിടെ വ്യക്തമായിട്ട് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻവോയ്സ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് കണ്ടോ. അപ്പോൾ ഇൻവോയ്സ് പ്രൈസിന്റെയും കോസ്റ്റ് പ്രൈസിന്റെ ഡിഫറൻസ് എടുക്കണം. അപ്പൊ എത്ര വരും? 400 വരും അല്ലെ. ആ 400 എന്ത് ചെയ്യണം? 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 20,000 കിട്ടും. അതാണ് 8ാമത്തെ എൻട്രി ആയിട്ട് കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ. അപ്പൊ ഇവിടെ കൺസൈൻമെന്റ് അക്കൗണ്ട് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രെഡിറ്റ് ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഗുഡ്സ് സെൻഡ് ഓൺ ഇവന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. മനസ്സിലായോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ബ്രാക്കറ്റ് ചെയ്യാം ലോഡിംഗ് എന്ന് എഴുതാം. എത്ര രൂപയാണ്? 20,000 രൂപ കണ്ടല്ലോ. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി അടുത്ത പറയാൻ എന്താണെന്നറിയാമോ? കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് ആണ്. കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് ആണ് അല്ലെ. കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് എന്ന് പറയുമ്പോൾ നോക്കാം, ഇവിടെ ഞാൻ വർക്കിനോട് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. നോക്കി, 10 × 400 ആണ് അല്ലെ. നമ്മൾ എത്രയാണ് അയച്ചിരിക്കുന്നത്? 50 ടോയ് കാറാണ് അയച്ചിരിക്കുന്നത്. എത്ര സെയിൽ ചെയ്തത്? 40 സെയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഡിഫറൻസ് എത്ര വരും? 10 വരും അല്ലെ. അത് നമ്മൾ വിറ്റടിക്കാതെ അത് അവസാനം വരെ ഇരിക്കുന്ന സ്റ്റോക്കാണ് ഈ 10 എന്ന് പറയുന്നത്.
മനസ്സിലോ? നമ്മൾ 50 മിനി ടോയ് കാറാണ് അയച്ചിരിക്കുന്നത്. പക്ഷെ അത് 40 സെയിൽ ചെയ്തിട്ടുള്ളൂ. ബാലൻസിന് എത്ര ഉണ്ട്? 10 ഉണ്ട്. അപ്പൊ ഈ 10 എന്ന് പറയുമ്പോൾ അത് അവസാനം ഇരിക്കുന്ന സ്റ്റോക്കാണ്. മനസ്സിലായോ? അപ്പൊ അത് കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് ആയിട്ട് നമ്മളത് കൺസിഡർ ചെയ്യും. മനസ്സിലായോ? അപ്പൊ നോക്കി 10 × 400. ഈ 400 എങ്ങനെ മനസ്സിലായോ? അതായത് ഇൻവോയ്സ് പ്രൈസും കോസ്റ്റ് പ്രൈസും കൂടെ മൈനസ് ചെയ്യുമ്പോൾ വാല്യൂ ആണ് 400. കണ്ടോ? ആ 10ന് 400 എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 4000 വരും. മനസ്സിലായോ? ഈ 4000 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻട്രി പറഞ്ഞേ ടു റിമൂവ് ദി എക്സസ് പ്രൈസിംഗ് ക്ലോസ് സ്റ്റോക്ക്. അപ്പൊ എൻട്രി പറഞ്ഞേ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട്. എത്ര രൂപ? 4000 രൂപ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടല്ലോ? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് 4000 രൂപ. മനസ്സിലായോ? അപ്പൊ ഇവിടെ കൺസൈൻ നമ്മൾ തിരിക്കുകയാണ്, ഡെബിറ്റ് ചെയ്യിക്കലോ. അപ്പം ഈ കൺസൈൻ സ്റ്റോക്ക് നമ്മൾ ചെയ്യണം ഡെബിറ്റിലേക്ക് കൊണ്ടുവരണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ടു കൺസൈൻമെന്റ് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് എത്ര രൂപ? 4000 രൂപ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അൺസോൾഡ് ഉണ്ട്. അൺസോൾഡ് മീൻസ് എന്തുവാ? പെറ്റടിക്കാതെ വന്ന ബാക്കി വന്ന ടോയ് കാറുകൾ. എത്രയാണ് ബാക്കി ടോയ് എന്ന കാറ്? 10 അല്ലേ? ഈ 10 നമ്മൾ ചെയ്യണം ഇൻവോയ്സ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? നോക്കിയാണ്ട് 50 മിനി ടോയ് കാറുണ്ട്, 40 സെയിൽ ഇട്ടുള്ളൂ. ബാലൻസ് എത്ര ഉണ്ട്? 10 ഉള്ളൂ. ഈ 10 നമ്മൾ ചെയ്യണം ഇൻവോയ്സ് പ്രൈസ് ആയ 1600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് പെറ്റടിക്കാതെ വന്ന സ്റ്റോക്കാണ്. അതിനായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തുവരുന്ന എൻട്രി ഓർക്കുന്നുണ്ടോ? കണ്ടോ? വാല്യൂഷൻ അൺസോൾഡ് സ്റ്റോക്കിനകത്ത് വരുന്ന എൻട്രി കണ്ടോ? കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഈ കൺസൈൻ നമ്മൾ തിരിക്കുക ക്രെഡിറ്റ് ഇരിക്കലോ. അപ്പൊ ഈ കൺസൈൻ സ്റ്റോക്ക് നമ്മൾ ഇടണം ഇവന്റെ അക്കൗണ്ട് ക്രെഡിറ്റിലോട്ട് കാണിക്കണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ? കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് എത്ര രൂപ? 16000. പഠിച്ചല്ലോ? ഓക്കെ. ഇവിടെ ആയിട്ടുണ്ട് 7ാമത്തെ എൻട്രി ആയിട്ട്. കണ്ടോ? അൺസോൾഡ് സ്റ്റോക്ക് 16000. കണ്ടല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും കഴിഞ്ഞു. അപ്പൊ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം അല്ലെ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 1,16,600 വരും. ഇവിടെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു എമൗണ്ട് വരും. അപ്പൊ അത് ഇതും കൂടെ ചെയ്യണം, നോക്കണം. അപ്പൊ അതിലേതാ ബിഗ്ഗസ്റ്റ് നമ്പർ? ഈ നമ്പറാണ് അല്ലെ? അപ്പൊ ഈ നമ്പർ നമ്മൾ ചെയ്യണം 2 സൈഡിൽ ഒരുപോലെ എഴുതും. കുറവെന്ന് ഈ സൈഡായിരിക്കും, ഈ സൈഡായിരിക്കും കുറവ് വരുന്നത് അല്ലെ? കുറവുമ്പോൾ നമ്മൾ എന്ത് എഴുതണോ? 11,020 കിട്ടി. അപ്പൊ അവിടെ എന്താ പറഞ്ഞു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതും. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ആയിട്ട് നിങ്ങൾ പറഞ്ഞു എൻട്രി പറഞ്ഞു താണ്ടേ കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്ര രൂപ? 11,020. കണ്ടല്ലോ? ഇത്രയാണ് സംഭവം. ഓക്കെ അല്ലേ?